നമസ്കാരം. ശിവ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് മലയാളം 9ാം ക്ലാസ്സിന്റെ മലയാളം അടിസ്ഥാന പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ചോദ്യം മോഡലിലേക്ക് പോകും. 1.5 മണിക്കൂറാണ്, 40 മാർക്ക് ചോദ്യ പേപ്പറാണ്. കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം കൃത്യമായി നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി തീർക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 1.5 മണിക്കൂറിന് മുമ്പുള്ള 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൽ ഏതൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം, ഏതൊക്കെയാണ് നമുക്ക് അത്യാവശ്യമുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഏതൊക്കെയാണ് ഇത് ശ്രദ്ധിക്കുക. പിന്നെ പാരഗ്രാഫുകളുണ്ട്, അതൊക്കെ വായിച്ച് നേരത്തെ വയ്ക്കാൻ 15 മിനിറ്റ് സമയം ഉപയോഗിക്കുക. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഒരു സ്കോർ വീതമാണ്. അപ്പൊ ആദ്യത്തെ 4 ചോദ്യം. വണ്ടിക്ക് അടുത്തെത്തിയത് അർബാബ് എന്റെ ബാഗ് തട്ടിപ്പറിച്ച് വണ്ടിയുടെ പിറകിലെ തുറന്ന ഭാഗത്തേക്ക് ഒരു ഏർ വെച്ചു കൊടുത്തു. വണ്ടിക്ക് അടുത്തെത്തിയത് അർബാബിന്റെ ബാഗ് തട്ടിപ്പറിച്ച് വണ്ടിയുടെ പിറകിലെ തുറന്ന ഭാഗത്തേക്ക് ഒരു ഏർ വെച്ചു കൊടുത്തു. മണൽക്കൂനകൾക്കിടയിലൂടെ എന്നുള്ള ആ പാഠത്തിൻ്റെതാണ്. അതിൽ അർബാബിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് 4 ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്. യാത്ര ചെയ്യാനുള്ള മടി, നജീബിനോടുള്ള കരുതൽ, സഹജീവിയോടുള്ള കരുണ, അന്യരോടുള്ള പരുക്കൻ പെരുമാറ്റം. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഉത്തരം എഴുതാമല്ലോ. കാരണം അന്യരോടുള്ള അയാളുടെ പരുക്കൻ പെരുമാറ്റം, നമ്മളാണെങ്കിൽ നമ്മൾ വിളിച്ചുകൊണ്ട് വരുന്ന ഒരാളുടെ ബാഗ് വാങ്ങിച്ച് വണ്ടിക്കകത്തോട്ട് എറിയില്ലല്ലോ. അതാണ് അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായി വിഗ്രഹിച്ച് എഴുതിയത് ഏത്? അനുഭവ പാഠങ്ങൾ, അനുഭവവും പാഠങ്ങളും. വിശ്വവിദ്യാലയം, വിശ്വത്താലുള്ള വിദ്യാലയം, അത് തെറ്റാണ്. ചുമർ ചിത്രം, ചുമരിന്റെ ചിത്രം. അന്ധവിശ്വാസം, അന്ധമായ വിശ്വാസം. ചുമർ ചിത്രം ചുമരിലെ ചിത്രമാണ്. അനുഭവ പാഠങ്ങൾ അനുഭവത്തിന്റെ പാഠങ്ങളാണ്. അന്ധവിശ്വാസമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്, അന്ധമായ വിശ്വാസം. മൂന്നാമത്തെ ചോദ്യം, പുല്ലുമേഞ്ഞ കുറെ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും പുൽത്തകടികളുടെയും മധ്യ ഒരു വിശ്വവിദ്യാലയം. ശാന്തിനികേതനമാണ് ഇത്. അതില് ശാന്തിനികേതനത്തിന് യോജിക്കാത്ത പരാമർശം കണ്ടുപിടിക്കാനാണ്. പരിസ്ഥിതി സൗഹൃദമായ പഠനം, അത് യോജിക്കുന്നതാണ്. ലാളിത്യ സ്വച്ഛതയും നിറഞ്ഞ അന്തരീക്ഷം, അതും യോജിക്കുന്നതാണ്. കൂറ്റൻ കെട്ടിടങ്ങളുള്ള കലാശാല, അതൊരിക്കലും ശാന്തിനികേതനത്തിന് യോജിക്കുന്നതല്ല. തൊഴിൽ പരിശീലനത്തിനുള്ള ഗ്രാമീണ കലാകേന്ദ്രം, അത് തീർച്ചയായും ഈ ശാന്തിനികേതനത്തിന് യോജിക്കുന്നതാണ്. നാലാമത്തെ ചോദ്യം, അപ്പൂപ്പൻ ഡാഡിയുടെ പറക്കത്തെ വിനീതമായ ശ്രമമായി കാണുന്ന സ്മാരകം. കാര്യം, പറക്കുന്നവയ്ക്കുള്ള വിശാല ലോകത്തിന്റെ സാധ്യത അപ്പൂപ്പൻ ഡാഡിക്കില്ല. കാരണം അപ്പൂപ്പൻ ഡാഡിക്ക് ചിറകുകളില്ല. ഇത് ഈ ഒരു പുതിയ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് കാര്യവും കാരണവും തന്നിട്ടുണ്ട്, എന്നിട്ട് അതിന്റെ താഴെ ABCD ഓപ്ഷനിൽ കാര്യം തെറ്റ്, കാരണം ശരി, കാര്യം ശരി, കാരണം തെറ്റ്, കാര്യവും കാരണവും തെറ്റ്, കാര്യവും കാരണവും ശരി. ഇങ്ങനെ ഈ PSC മോഡൽ പരീക്ഷയുടെ കടന്നു വരവാണത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഒരു പുതിയ മെത്തേഡ്, പുതിയൊരു മോഡലാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വായിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം കൂൾ ഓഫ് ടൈമിൽ ഉത്തരം കണ്ടുപിടിച്ച് സുഖമായിട്ട് ഉത്തരം എഴുതാൻ കഴിയും. അപ്പൊ കാര്യം, പറക്കുന്നവയ്ക്കുള്ള വിശാല ലോകത്തിന്റെ സാധ്യത അപ്പോൾ അടിക്കില്ല. കറക്റ്റ് ആണത്.